സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഇന്ത്യയിൽ ആദ്യമായി ഹേമ കമ്മീഷൻ കേരളത്തിൽ രൂപവൽക്കരിക്കപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതീക്ഷകൾ സിനിമാ മേഖലയിലുള്ളവർ പങ്കുവച്ചു. പക്ഷേ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ട് കുറേ ചർച്ചകൾ നടക്കുന്നു. ഏറ്റവും ഒടുവിൽ നടി രഞ്ജിനി നൽകിയ ഒരു ഹർജി, അതിനെ തുടർന്ന് ഇന്ന് ഒരുപക്ഷെ പുറത്തു വരേണ്ടിയിരുന്ന റിപ്പോർട്ട് തൽക്കാലം പുറത്തു വിടേണ്ട, ആ ഹർജിയിൽ ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ ഇന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തിന് ഇത്തരമൊരു ഹർജിയുമായി മുന്നോട്ട് പോയി? നടി രഞ്ജിനി തന്നെ പ്രതികരിക്കുന്നു. നമസ്കാരം മാഡം. നമസ്കാരം. ആദ്യ ചോദ്യം തന്നെയാണ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഹർജി? ഇത്ര ഡിലേ എന്നല്ലേ പറയുന്നത്. ഇത് ഡിലേ ആയിട്ടില്ല. കാരണം ഞാൻ ഇതുവരെ ഐ തിങ്ക് ഇറ്റ്സ് നിയർലി 5 വർഷം ആവുന്നുണ്ട് ഈ കമ്മിറ്റി ചെയ്തിട്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും മൊഴി കൊടുത്തിട്ട് 5 years ആയി. അതിനുശേഷം ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വിധി വന്നിട്ടില്ല. ഐ മീൻ ഇത് വരുമോ ഇല്ലയോ, ദേ വർ സ്റ്റഡിങ്. അപ്പോ അങ്ങനെ വരുമ്പോ ലാസ്റ്റ് ഐ തിങ്ക് എല്ലാവരും പരാതി കൊടുത്തു, കോർട്ടിലേക്ക് വന്നു. അപ്പോഴാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ദാറ്റ് എല്ലാവരും, ഞാൻ പബ്ലിഷ് ചെയ്യണ്ടെന്ന് പറയുന്നില്ല, പബ്ലിഷ് ചെയ്യണം. പക്ഷേ എനിക്കൊരു സ്റ്റാൻഡിംഗ് ഉണ്ട്. എന്നെപ്പോലെ ഐ തിങ്ക് ദർ ആർ അബൌട്ട് 50 of us. അപ്പോൾ ഞങ്ങളെല്ലാം ആദ്യം പോയി നമ്മളുടെ ഹിയറിംഗ് പറയുന്നത് കോൺസെന്റ് ഒരു കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രിവസി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ പോയി പരാതിനില്ല, ജസ്റ്റ് ഒരു സ്റ്റഡിക്ക് വേണ്ടി ഞങ്ങൾ അവിടെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോൺസെന്റും എഴുതി കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ് റെക്കോർഡ് ചെയ്തു. ഞാൻ ഇതുവരെ വെയിറ്റ് ചെയ്തത് എവിടെയെങ്കിലും നമുക്കത് വരും. അത് പക്ഷേ ലാസ്റ്റ് വീക്ക് ഐ തിങ്ക് ഒരു പ്രൊഡ്യൂസർ പോയി അത് കോടതിയിൽ കയറുമ്പോഴാണ് ഞാൻ അത് അലേർട്ട് ആയത് ദാറ്റ് ഇറ്റ്സ് ഗെറ്റിംഗ് പബ്ലിഷ്ഡ്. അപ്പോഴാണ് ഞാൻ അത് നോക്കുന്നു. നമ്മളുടെ വനിതാ കമ്മീഷനോ ആരും, ഈവൻ WCC ഓൾസോ, they have not filed before the court. അവര് ഗവൺമെന്റ് ഓഫ് കോഴ്സ് ഈ ഹിയറിംഗ് വന്നത് WCC കാരണം കൊണ്ടാണ്, അവരുടെ ഹാർഡ് ഫൈറ്റ് കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു ഹിയറിംഗ് നമ്മളുടെ CM തന്നെ അഗ്രി ചെയ്തു, വിച്ച് ഇസ് എ വെൽക്കമിംഗ് ക്വസ്റ്റ്യൻ. നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ ആദ്യമാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്, വിച്ച് ഇസ് വെരി, എന്താ പറയാ, എന്നെ പോലെ എല്ലാവരും കണക്റ്റഡ് ടു ദ ഇൻഡസ്ട്രി, ടു ദ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി. ഇത് സിനിമ ആയിക്കോട്ടെ, സീരിയൽ ആയിക്കോട്ടെ, ഈവൻ മോഡലിംഗ് ഓർ ഈവൻ യോർ മീഡിയ. സോ ഇറ്റ്സ് ഓൾ കംസ് അണ്ടർ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വരുന്നത് വളരെ ഒരു വെൽക്കമിംഗ് ഗസ്റ്റർ. ഞാൻ അതൊക്കെ CMന് വളരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നന്ദി പറയുന്നു. പിന്നെ അതില്ലാണ്ട് ഒരു നല്ല ഇതിലെയാണ് പുള്ളിക്കാരൻ അത് ഹിയറിംഗ് കൊണ്ടുവന്ന് കമ്മിറ്റി കൊണ്ടുവന്നു. സോ കമ്മിറ്റിയിൽ ഇങ്ങനെ സംഭവങ്ങൾ നടന്നപ്പോ അത് പെട്ടെന്ന് പബ്ലിഷ് ചെയ്യണമെന്ന് വരുമ്പോ, അല്ല മാഡം, അതൊരു പെട്ടെന്നല്ലല്ലോ, ഒരു 4.5 വർഷം കാത്തിരുന്നു. അല്ല, ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് അല്ല, അതിക്ക് മുമ്പ് WCC തന്നെ അവര് ഒരുപാട് ഗവൺമെന്റിക്ക് ലെറ്റർ എഴുതിയിട്ടുണ്ട്, പക്ഷെ കോടതിയിൽ പോയിട്ടില്ല. ദാറ്റ്സ് എ ഡിഫറൻസ്. ഐ ഓൺലി കെയിം ടു നോ അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്. ഞാൻ ഇതുവരെ വിചാരിച്ചു, ബിക്കോസ് ഐ ആം ഓൾസോ പാർട്ട് ഓഫ് WCC, ഞാൻ വിചാരിച്ചു അവർ കോടതിയിൽ പോയിട്ട് അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ലാസ്റ്റ് ഒരു പ്രൊഡ്യൂസർ ചെയ്ത വിധിയിലാണ് ഞാൻ വായിച്ചത് ദാറ്റ് നോബഡി ഹാസ് ആസ്ക്ഡ് ഫോർ ദിസ് പോയിന്റ്. അപ്പൊ ഇതുവരെ എന്തിനാ, പബ്ലിഷിക്ക് വേണ്ടിയാണോ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്? അല്ല, ബിക്കോസ് ഇറ്റ് ഹാസ് ടു ബി പബ്ലിഷ്. ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല, പക്ഷെ ആ പബ്ലിഷ് ചെയ്തതിന് മുമ്പ് ഒന്ന് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്തത് നമുക്ക് കാണിക്കണം. ബിക്കോസ് ഐ വാണ്ട് ടു നോ, ഞാൻ പറഞ്ഞതേ വെർബലായിട്ട് പറഞ്ഞു, അത് എങ്ങനെയാണ് റിട്ടേൺ ആയത്, അത് വായിക്കണ്ടേ, വായിച്ച് തരണ്ടേ. ദാറ്റ് ഈസ് അവരുടെ ഡ്യൂട്ടി, കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. നമ്മളുടെ ഇമെയിൽ, പേഴ്സണൽ ഡേറ്റാസ് എല്ലാം അവർക്കും ഉണ്ട്. അവർക്ക് ഇപ്പൊ എല്ലാവരും ഇലക്ട്രോണിക് ആണ് ജീവിതത്തിലാണ് പോകുന്നത്. അങ്ങനെ ടെക്നോളജി ഇരിക്കുമ്പോ it could have been WhatsApp or it could be sent by email. അത് നമുക്ക് കാണണ്ടേ, ഇങ്ങനെ ഒരു നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഇത് കറക്റ്റ് ആണോ, നമുക്ക് കറക്റ്റ് ചെയ്യാമല്ലോ. ഓക്കെ, ഗവൺമെന്റ് പറയുന്നു ഇതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തു വിടുന്നത്. പക്ഷേ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഈ റിപ്പോർട്ടും കണ്ടിട്ട് വാട്ട് ഈസ് ദ റിപ്പോർട്ടിൽ എന്താ കൺക്ലൂഷൻ, എന്താണ് അതിന്റെ കൺക്ലൂഷൻ, എന്താ ഇത്രയ്ക്ക് സ്റ്റഡി നടത്തിയിട്ട് എന്താ ചെയ്യാൻ പോകുന്നു, അത് നമുക്ക് അറിയിക്കണ്ടേ. ദാറ്റ് ഈസ് അവർ റൈറ്റ്. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് 50-നടുത്ത് നടിമാർ ഇതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിട്ടുണ്ട്, ഈ പല സിനിമാ രംഗത്തെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. പക്ഷെ അവർക്ക് ആർക്കും ഇല്ലാത്തൊരു ആവശ്യം എന്തുകൊണ്ട് രഞ്ജിനിക്ക് അതും അവസാന നിമിഷം എന്നുള്ള ചോദ്യമാണ് പൊതുവെ ഉയരുന്നത്.
അത് അവരുടെ കാര്യം എനിക്ക് അത് അറിയേണ്ട ആവശ്യമില്ല. എന്റെ കാര്യമാണ്. ബിക്കോസ് ഐ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഗോ ഫോർ ദ ഹിയറിംഗ്. അത് നിങ്ങൾ ഹേമ കമ്മിറ്റിയിലൊക്കെ ചോദിച്ചാലും അവർക്ക് ഐ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ. അപ്പൊ അങ്ങനെ ആദ്യത്തെ അതല്ലേ ഞാൻ ഇത് ഹർജി കൊടുത്തത്. പിന്നെ എനിക്ക് എന്റെ തലയ്ക്ക് എന്നെ വട്ടാണോ? സോ ഐ വാസ് ദ. ഞാൻ എന്ത് കാരണം കൊണ്ട് ഞാൻ പോയത്? ബിക്കോസ് നാളെ നമ്മളുടെ ഫ്യൂച്ചർ എന്റെ കുട്ടികളായിരിക്കും സിനിമയിലേക്ക് വരുന്നത്. അവർക്കൊരു സേഫ് എൻവയറമെന്റ് വേണം. സേഫ് മാത്രമില്ല, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ദാറ്റ് ആർ ജെൻഡർ ഇഷ്യൂസ് വിത്ത് വെരി സുപ്പീരിയർ. പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എനിക്ക് ഷോക്കായത് ഇപ്പോഴും അത് ഉണ്ട്. സാലറി വൈസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ഈക്വൽ സ്റ്റേറ്റസ് ഇല്ല. എപ്പോഴും ലേഡീസിനെ താഴ്ത്താണ് വെക്കുന്നത്, മെന്നാണ് എപ്പോഴും സൂപ്പർ സ്റ്റാർസ്. പിന്നെ ഇങ്ങനെ സംഭവം ഇറ്റ് ഹാസ് ടു ബി ഈക്വൽ. ഇപ്പൊ നമ്മൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എവറിബഡി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വി ഓൾസോ ഹാവ് ദ റൈറ്റ് ടു ബിക്കം ഈക്വൽ. അതുക്ക് വേണ്ടിയാണ് ഞാൻ അതിൽ ചെന്നത്. ബിക്കോസ് ഇപ്പോഴാവത് ഇറ്റ് ഹാസ് ടു ചേഞ്ച്. ഞാൻ ഇൻഡസ്ട്രിയിലെ 1998 ഞാൻ വിട്ടുപോയ ഒരു വ്യക്തിയാണ്. ഞാൻ സക്സസ് ഹൈ ഇതിലിരുന്നാണ് പോയത്. പോയിട്ട് എനിക്ക് തിരിച്ചു വരണമെന്ന് ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ പോയത് പഠിക്കണം. ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടായ മോശം അനുഭവങ്ങളല്ല അത് ഉണ്ട്. പക്ഷെ എന്നാലും ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. വൈ ഐ ഷുഡ് ഫൈറ്റ് ഫോർ എവറി ഡേ? ഇപ്പൊ നമ്മൾ പൈസ ചോദിച്ചാൽ, നമ്മളോട് റെമ്യൂണറേഷൻ ചോദിച്ചാല് അത് നമ്മൾ പ്രോബ്ലം ആർട്ടിസ്റ്റ് എന്ന് പറയുന്നു. എന്ത് കാരണം കൊണ്ട് നമ്മൾ പണിയെടുത്ത് പൈസയല്ലേ? സോ ഇങ്ങനെ എന്തിനാ ഡെയിലി നമ്മൾ ഒരാൾ കൂടെ ഇങ്ങനെ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് അൺഡിഗ്നിഫൈഡ്. ഓക്കെ, സോ അങ്ങനെ ഇരിക്കുമ്പോ എന്റെ ഫാമിലി ഓൾസോ തീരുമാനിച്ചു എന്തിനാ ഇത്, വാട്ട് ഈസ് ദ പോയിന്റ്? നമ്മളോട് പൈസ ചോദിക്കുന്നത്, നമ്മൾ ചീത്ത പേര് വാങ്ങുന്നു. പിന്നെ അതില്ലാഞ്ഞത് ദേ ടെൽ ടു എവറി അതർ പ്രൊഡ്യൂസർ, ഇവരെ കാസ്റ്റ് ചെയ്യില്ല കേട്ടോ, ഇവർ പ്രോബ്ലം ആർട്ടിസ്റ്റ് ആണ്, കാരണം പൈസ ചോദിക്കുന്നത് പറയൂല പ്രോബ്ലം ആർട്ടിസ്റ്റിന്. അപ്പൊ ആൾക്കാർ എന്ത് വിചാരിക്കും? നമ്മൾ ഏതോ പ്രശ്നം ഉണ്ടാക്കുന്നു. നമ്മൾ ഇത് നമ്മുടെ റൈറ്റ് ആണ്. നമ്മൾ ജോലി ചെയ്ത് പൈസ ചോദിക്കുമ്പോൾ നമ്മൾ അത് പ്രോബ്ലം ആർട്ടിസ്റ്റ് ആവുന്നു. അപ്പോ അങ്ങനെ അപ്പൊ നടന്ന സംഭവവും ഇപ്പോഴും ഇസ് ദ സെയിം. ദർസ് നോ ചേഞ്ച്. അത് കാരണം കൊണ്ട് ഞാൻ ഹിയറിംഗ് പോയത് ബിക്കോസ് ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ബിക്കോസ് WCC has taken immense trouble. നമ്മളുടെ ഗവൺമെന്റോട് സംസാരിച്ച അവര് അതും നമ്മളൊരു CM കേട്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു കമ്മിറ്റി വരുമ്പോൾ നമുക്ക് ഇവിടെ സന്തോഷം. ആ സമയത്ത് സിനിമയിൽ ഉണ്ടായിരുന്നപ്പോ അനുഭവിച്ച പ്രശ്നങ്ങൾ അതിന്റെ ഒരു പൂർണ്ണ രൂപം ഈ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴിയായി കൊടുത്തിരുന്നു അല്ലെ? അത് എനിക്ക് പറയാൻ കോൺഫിഡൻഷ്യാലിറ്റി മീൻസ് കോൺഫിഡൻഷ്യാലിറ്റി. എന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അവിടെ റെക്കോർഡ് ചെയ്തിരുന്നു. ബട്ട് എനിക്കത് കോപ്പി കിട്ടണ്ടേ? ബിക്കോസ് നമ്മൾക്ക് വായിക്കാതെ ഓക്കെ ഞാൻ കോൺസെന്റ് സൈൻ ചെയ്തു. അവരുടെ ഉത്തരവാദമാണ്. ഓക്കെ, അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ എഴുതി അത് കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. മാഡം നൽകിയ സ്റ്റേറ്റ്മെന്റ് പുറത്തു വരരുത് എന്ന് മാഡം ആഗ്രഹിക്കുന്നു, പബ്ലിക്കിൽ ചർച്ച ചെയ്യപ്പെടരുത്. അപ്പൊ അത്രത്തോളം സംഗതികൾ എന്നെ വിട ഒരുപാട് ആൾക്കാർക്ക് വളരെ മോശമായ ഇതുണ്ട്, എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. കുറെ പേര് അവിടെ കരഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇരിക്കുമ്പോ ഇറ്റ്സ് എ വെരി സെൻസിറ്റീവ് ഇഷ്യൂ. Why it should be published? It has to be published in the sense, ഈ കമ്മിറ്റി വെച്ചിട്ട് വാട്ട് ഈസ് ദി ഔട്ട്കം, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് കോപ്പി കിട്ടിയിട്ടില്ല ഇതുവരെ. അത് കിട്ടാതെ എങ്ങനെ ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തു? പിന്നെ പൊതുസമൂഹം ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ പൊതുസമൂഹം സിനിമാ രംഗത്തെ ഈ വലിയ പൊയ്മുഖങ്ങൾ അടർന്നു വീഴണ്ടേ? ജനം മനസ്സിലാക്കണ്ടേ? അതല്ല, അങ്ങനെ മീൻസ് സേ ഫോർ എക്സാമ്പിൾ, അങ്ങനെ മീൻസ് ഞങ്ങൾ ആരും റിവെഞ്ചോ അവരെ പെർപെട്രേറ്റർ ഇവരാണ്, ഇവർക്ക് പണിഷ്മെന്റ് വേണമെന്ന് ആരും അവിടെ പോയി പരാതി കൊടുത്തിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് എ സ്റ്റഡി. വി വാണ്ട് സംതിങ് ഫ്രോം ദിസ് സ്റ്റഡി. എന്റെ എന്റെ റിക്വസ്റ്റ് എന്തായിരുന്നു? മീൻസ് വി നീഡ് എ ട്രൈബ്യൂണൽ ഫോർ എന്റർടൈൻമെന്റ്. എന്റർടൈൻമെന്റ് ട്രൈബ്യൂണൽ ആണ് വേണ്ടത്. ബിക്കോസ് അപ്പോഴാണ് ഇത് ശരിക്കും മോണിറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നോർമലി കോടതിക്ക് പോയാൽ ഇപ്പൊ തന്നെ പപ്പറാസി എന്റെ കേസ് ഞാൻ വെറുതെ ഒരു കേസ് കൊടുത്തു, അപ്പൊ തന്നെ മീഡിയ അങ്ങനെ വന്നു. ഓക്കെ, സോ ഓഫ് കോഴ്സ്. അപ്പൊ ഞാൻ അത് കുറ്റം പറയുന്നില്ല, നമുക്കൊരു പ്രിവസി വേണമല്ലോ. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്തത്. ഇല്ല, ഹിയർ മീ ഔട്ട്. ഞാൻ സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ ഒരു ട്രൈബ്യൂണൽ വേണം.
സോ ദാറ്റ് ഇറ്റ്സ് കൺഫിഡൻഷ്യൽ ആൻഡ് പ്രൈവസി ആയിട്ട് ആർക്കും ഇത് ഞാൻ അവിടെ പോയി പരാതി പറഞ്ഞാൽ അതുക്കുള്ള തീർക്കും. ഇപ്പോ അത് കഴിഞ്ഞിട്ട് ICCന് ഇവര് വുമൻ വനിതാ കമ്മീഷൻ ICC അത് വേണം അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇറ്റ്സ് റബിഷ്. ഇറ്റ്സ് നോട്ട് വർക്കബിൾ. ഒരു വർഷത്തില് ഐ തിങ്ക് വി ആർ ഹാവിംഗ് 300 മൂവീസ് പ്ലസ് സീരിയൽ എല്ലാം എത്ര. അപ്പൊ ഒരു സെറ്റിലേക്കും ICC വെക്കരുത്. ഇറ്റ്സ് ഇംപോസിബിൾ. അത് മാത്രമല്ല, ICC ഈസ്, ഞാൻ തന്നെ ഇപ്പോ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ICC ഈസ് ജസ്റ്റ് എ പേപ്പർ ഫോം. പേപ്പറിൽ മാത്രം സൈൻ ചെയ്തു. അവിടെ പരാതി കൊടുക്കാൻ എവിടെയും പോവാൻ പറ്റൂല. നമുക്ക് ഒരു ഗ്രീവൻസസ് അഡ്രസ് ചെയ്യാൻ സാധ്യതയില്ല. സോ വേ ഐ ഷുഡ് ഗോ? ഐ ഹാവ് ടു ഗോ ടു ഇങ്ങനെ ഒരു ട്രൈബ്യൂണൽ ഇരുന്നാൽ ഐ വിൽ ഗോ ടു ദ ട്രൈബ്യൂണൽ. അത് മാത്രമല്ല, ജസ്റ്റ് ഒരു ഫ്യൂ വീക്സ് അഗോ ഞാൻ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോ അനാവശ്യമായിട്ട് ഇപ്പൊ യൂട്യൂബിൽ ഒരുപാട് ചാനൽ, ഇപ്പൊ ജോലിയില്ലാത്ത ആൾക്കാർ ഫോൺ എടുത്തിട്ട് ഇപ്പൊ അവർ ജേർണലിസ്റ്റ് പറയുന്നു, എന്തൊക്കെ നോൺസെൻസ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം എന്റെ സെറ്റില് ഒരു സംഭവമേ നടന്നിട്ടില്ല. എന്നിട്ടും യൂട്യൂബില് അത് നടന്നു, ഇത് നടന്നു, ഞാൻ നഷ്ടം ചെയ്തു, അങ്ങനെ പരാതി ഞാൻ എവിടെ പോയി കൊടുക്കണം? ഞാൻ സൈബർ സെല്ല് ഞാൻ വിളിച്ചു. അവർ തന്നെ പറഞ്ഞു, മാം ഇത് കൊടുക്കാം, പക്ഷെ ഇഫക്റ്റ് ഇല്ല. അങ്ങനെ പോലീസ് പറയുമ്പോൾ ഞാൻ എവിടെ പോയി ഇത് റീഅഡ്രസ്സിൽ ഞാൻ എവിടെ പോകും? ഇങ്ങനെ ഒരു ട്രൈബ്യൂണൽ ഇരുന്നാൽ ഐ ക്യാൻ ഗോ ദർ, ഫൈറ്റ് ഫോർ ഇറ്റ്, ആൻഡ് ദേ വിൽ ക്ലോസ് ദറ്റ് യൂട്യൂബ് ചാനൽ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പൊ പൊളിറ്റീഷ്യൻ തന്നെ ഇപ്പൊ പറയുന്നു, ഇപ്പൊ ഒരു കേസ് നടക്കുന്നുണ്ടല്ലോ മെറ്റാല് ഞങ്ങൾ കൊടുക്കണമെന്ന്. അപ്പോ ഈവൻ ദ പൊളിറ്റീഷ്യൻ ഹാസ് ദ റൈറ്റ് മീൻസ് ഞങ്ങൾക്ക് എന്താ റൈറ്റ്സ് ഇല്ലാത്ത? സോ വി ആർ ഓൾസോ ഇൻ ദ പബ്ലിക് ഫിഗർ അല്ലേ? അപ്പൊ വി ഷുഡ് ഹാവ് എ ട്രൈബ്യൂണൽ ഫോർ ദിസ്. ഇതൊക്കെ വേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. ഇതിനൊരു പ്രശ്നം എന്ന് പറയുന്നത്, മാഡം, ഇന്ന് 11 മണിക്ക് പുറത്തു വരേണ്ട റിപ്പോർട്ടാണ്. ഇപ്പോ മാഡത്തിന്റെ ഒറ്റ ഹർജി കൊണ്ട് മാത്രം സർക്കാർ പുറകോട്ട് മാറി, പുറത്തു വിടണ്ടാൻ തീരുമാനിക്കുന്നു. ഒരു പക്ഷേ ഇത് വന്നിരുന്നുവെങ്കിൽ പ്രൈവസി, അതായത് കൃത്യമായ ഉത്തരവിൽ പറയുന്നുണ്ട്, ഒരാളുടെയും പ്രൈവസി അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടാവില്ല. ആ ഭാഗങ്ങൾ ഒഴിവാക്കിയായിരിക്കും പബ്ലിക് ഡൊമൈനിലേക്ക് റിപ്പോർട്ട് വരിക. അങ്ങനെ ഒരു വശം കൂടി ഉള്ളപ്പോൾ എന്തിനിങ്ങനെ ഒരു ഹർജി? അവിടെയാണ് സംശയം പലർക്കും. അല്ല, അതിൽ സംശയമില്ല. ഞാൻ നന്ദി പറയുന്നു നമ്മളുടെ CM അടുത്ത്. ഓണസ്റ്റ്ലി വലിയ മനസ്സാണ് പുള്ളിക്കാരനക്ക്. ബിക്കോസ് അങ്ങേര് ഫീമെയിൽക്ക് വേണ്ടി എന്തോരം നല്ല ഇത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ അങ്ങേർക്ക് മനസ്സിലായി ഞാൻ ഒരു ഹർജിയോടെ പോയിട്ടുണ്ട്. അപ്പോ അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് റിസോർട്ട് ലെറ്റ് us ഹിയർ ഹർ വേർഷൻ. അവരുടെ കാര്യം എന്താ മൺഡേ കോടതിയിൽ വരുന്നു, അവരുടെ വേർഷൻ എന്താ, കോടതി എന്താ പറയുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് വിടാം ആണ് പുള്ളിക്കാരൻ അത് ഡിസൈഡ് ചെയ്തത്. അതില് നന്ദി പറയണം. അതിന് പകരം മീഡിയ അത് എന്താണ്, ഇങ്ങനെയാണ് അങ്ങനെയാണ്, അത് എന്തിനാ നിങ്ങൾ ചെയ്യുന്നേ? ദാറ്റ് ഈസ് വെരി ബാഡ്. അങ്ങേരെ ഒരു നല്ല ഇതില് ഒരു ലേഡിക്ക് വേണ്ടിയാണ് അങ്ങേരെ അങ്ങനെ ചെയ്തത്. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അത് വിട്ടിട്ട് നിങ്ങൾ അത് തിരിച്ചു മാറ്റിയില്ല, ഇത് ഏതോ ഭൂഹാഹവും ഉണ്ട്, അത് ദാറ്റ്സ് വാട്ട് ഇന്ന് വരുന്നില്ല, ഇനി വരാൻ പോകുന്നില്ല, അങ്ങനെ പറയരുത്. ബിക്കോസ് ഹി ഹാസ് ഗിവൻ മീ എ ചാൻസ്. ഹി ഈസ് ലിസണിംഗ് ടു മീ. ഓക്കെ, രഞ്ജിനി അവിടെ പോയിട്ടുണ്ട്, അപ്പൊ ലെറ്റ് us wait until Monday. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതൊരു ഫെയർ ഡിസിഷൻ. വേണമെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് മാഡത്തിന് സർക്കാരിനെ സമീപിക്കാമായിരുന്നു. ഇപ്പൊ സർക്കാരിന്റെ പക്കലാണ് റിപ്പോർട്ട് ഉള്ളത്. സർക്കാരിനെ സമീപിച്ചിട്ട് എനിക്ക് കോപ്പി വേണം എന്ന് അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടാമായിരുന്നു. ഡയറക്റ്റ് കോടതി പോകുമ്പോഴാണ് ഇതോ. അല്ല, കോടതി ഞാൻ പോയത് കറക്റ്റ് ആണ്. ഞാൻ ഐ എം എ ലോയർ as well. I'm not a dumb. അപ്പൊ എനിക്ക് ലീഗൽ ഇത് എന്താണ് എനിക്ക് അറിയാം. അത് കാരണം കൊണ്ടാണ് ഞാൻ നമ്മുടെ സിസ്റ്റത്തെ വിശ്വാസമില്ലാത്തതാണോ? വിശ്വാസം ഇല്ലാതെ അല്ലല്ല, പ്രൈവസി അടക്കമുള്ള കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു വിശ്വാസക്കുറവുണ്ട്. ഐ ഹാവ് ദ റൈറ്റ്. വാട്ട് ഈസ് ഇൻ ദാറ്റ് റിപ്പോർട്ട്? ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി ബുക്ക്. എല്ലാവർക്കും വായിച്ചിട്ട് വേസ്റ്റ് പേപ്പറിൽ ഇടാം, അങ്ങനെയല്ല. ദാറ്റ് ഈസ് റോങ്. ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്റെ സ്റ്റേറ്റ്മെന്റ് കാരണം കൊണ്ട് എന്നെ പോലെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫൈൻഡിങ്, വാട്ട് ഈസ് ദ കൺക്ലൂഷൻ? ഓക്കെ, ഈ കമ്മിറ്റി വെച്ചു, ഈ കമ്മിറ്റിയിൽ ഇപ്പൊ എന്താണ് നിലവിൽ തീരുമാനം? വാട്ട് ഈസ് ഗോയിങ് ടു കം? എ ട്രൈബ്യൂണൽ ഇസ് ഇറ്റ് ഗോയിങ് ടു കം ഓർ ഇസ് ഇറ്റ് ഗോയിങ് ടു ബി എ വേസ്റ്റ് ഓഫ് ടൈം? ഇത് ചോദിച്ചാൽ നമ്മൾ റൈറ്റ് ഇല്ലേ നമുക്ക്? ഓക്കെ, ഇത് പബ്ലിഷ് ചെയ്തിട്ട് ചിലപ്പോ അതിൽ ഒന്നോ ഇല്ലെങ്കിലോ മീൻസ് ട്രൈബ്യൂണൽ ഇല്ല, ഇങ്ങനെ പറയുമ്പോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ? സോ ദാറ്റ് ഈസ് വാട്ട് ഐ എം ആസ്കിങ്. പബ്ലിഷ് ചെയ്തതിന് മുമ്പ് കണ്ടാക്കാൻ നമുക്കറിയാം. ഓക്കെ, ഇത് അപ്പൊ നമുക്ക് ഹാപ്പി ഇല്ലെങ്കിൽ നമുക്ക് CMോട് സംസാരിക്കാം.
സാർ ഇങ്ങനെ ഒരു ചെയ്താ കൊള്ളാമോ, അങ്ങനെ ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് പോളിസി അല്ലേ. അത് പബ്ലിഷ് ചെയ്യുന്നതിനകത്ത് മാഡത്തിന് യാതൊരു തടസ്സവാദങ്ങളും എനിക്ക് യാതൊരു തടസ്സമില്ല, പക്ഷേ പബ്ലിഷ് ചെയ്തതിന് മുമ്പ് കാണണം. വാട്ട് ഈസ് ദ ഔട്ട്കം. എന്റെ സ്റ്റേറ്റ്മെന്റ് ഇത്ര പേര് സ്റ്റേറ്റ്മെന്റ് കേസ് കൊടുക്കുന്നതിന് മുൻപ് WCCയുടെ ആൾക്കാരുമായി സംസാരിച്ചിരുന്നോ? എല്ലാരും ഗ്രൂപ്പിലുണ്ടല്ലോ. ഞാൻ എന്തിനാ അവരോട് ഇത് ചെയ്യുന്നത്? ബിക്കോസ് as a person, I've gone there as Ranjini, not WCC. I've gone there as a person. So I don't have to ask anyone. Ende fundamental right aanu. Ende constitutional right aanu. Because it's not only what you call privacy. It's not only, Article 1421. It's also right to my family life, and I'm a married woman also. So itrakke oru idu adangunnu. So I'm using, as a lawyer, I have the right to ask. I want to see. നമ്മള് ചുമ്മാ വെറുതെ കോൺസെന്റ് ഇസ് നോട്ട് എന്താ പറയാ ടോയ്ലറ്റ് പേപ്പർ അല്ല. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് തിങ് ആണ്. അത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ബിക്കോസ് WCC ഒരുപാട് ലെറ്റർ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്റെ അടുത്ത് ഗവൺമെന്റിന്. ഇതുവരെ അവർക്ക് ഒരു ഇത് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ why I should write to the government again? Why am I wasting my time? I should go to the court. ഇവർ 5 വർഷമായിട്ട് എഴുതിയിട്ട് ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എനിക്ക് അതിൽ വിശ്വാസം ഉണ്ടാവും. വൈ ഐ ഷുഡ് വേസ്റ്റ് ടൈം? അപ്പൊ ഇന്ന് വന്നിരുന്നെങ്കിൽ. സോ ദാറ്റ്സ് വാട്ട് ഐ ടേക്കൻ ദ റൈറ്റ് ഡിസിഷൻ ആൻഡ് ഐ നോ ഇറ്റ് ഇസ് എ റൈറ്റ് ഡിസിഷൻ ഫോർ മീ. അത് കാരണം കൊണ്ട് ഇന്ന് CM തന്നെ വെയിറ്റ് അണ്ടിൽ മൺഡേ. സോ ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ഫ്യൂ ഡേയ്സ്. 2017 നമ്മുടെ സിനിമ ഇൻഡസ്ട്രി ഞെട്ടിപ്പിച്ച സംഭവം നമുക്കറിയാം. അതിനുശേഷമാണ് ഹേമ കമ്മീഷന്റെ രൂപീകരണവും WCC ഒക്കെ സ്ട്രോങ് ആകുന്നതും ഒക്കെ. അതിനുശേഷം WCCയുടെ രൂപീകരണത്തിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇടപെടലൊക്കെ എന്തെങ്കിലും എഫക്റ്റീവ് ആയോ? അവർ കാരണം കൊണ്ടാണ് ICC വന്നു. അത് ഒരു നല്ല ഇതല്ലേ, നല്ല ഗസ്റ്റർ അല്ലേ. പക്ഷേ ICC ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സെറ്റിലും ഇല്ല. എല്ലാ സെറ്റിലും ജസ്റ്റ് പേപ്പർ മാത്രമേ ഉള്ളൂ. തടസ്സം എനിക്കറിയില്ല. അത് മാത്രം കോമഡി എന്ത് വെച്ചാല് അതിൽ ICCയിൽ 3 പേര് ഉണ്ടാവണം. ഓക്കെ, സോ അതിൽ 2 ഫ്രം ദ പ്രൊഡക്ഷൻ ഹൗസ് ആൻഡ് 1 എക്സ്റ്റേണൽ ഫാക്ടർ. ഡു യു തിങ്ക് ദാറ്റ് വി വിൽ ഗെറ്റ് ജസ്റ്റിസ്? ഇസ്ന്റ് ഇറ്റ് എന്താ പറയാ ലാഫബിൾ? അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പറയുന്നത് എന്റെ സെറ്റിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട് മീൻസ് ഞാൻ ചെയ്യാതെ ഇത് ചെയ്തു വൻ നഷ്ടം ഉണ്ടാക്കിന് യൂട്യൂബ് ചാനലിൽ 2 വീക്സോ 2-3 വീക്സ് അഗോ വന്നു. അപ്പൊ അവിടെ ICC ഉണ്ടെങ്കിൽ എന്റെ കാര്യം അവിടെ തന്നെ റീഡ്രസ് ആയി കാണും. അവിടെ ICC ഇല്ല. where am I to go? സോ ഞാൻ സൈബർ സെല്ലിൽ വിളിച്ചു. അവർ പറഞ്ഞു പരാതി കൊടുക്കാം, പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ പറയുമ്പോൾ ഞാൻ എവിടെ പോവും? സോ ദ ഓൺലി സോഴ്സ് ഐ ഹാവ് ഇസ് ഇങ്ങനെ എന്റർടൈൻമെന്റ് ട്രൈബ്യൂണൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സൊല്യൂഷൻ ഉള്ളൂ. എനിക്ക് മാത്രമല്ല, ലേഡീസ് ഹൂസ് ഇൻ ദിസ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി, ഈവൻ യുവർ കൊളീഗ്സ്, ഫീമെയിൽ കൊളീഗ്സ്, അവർക്കും ഒരു റിഡ്രസൽ അവിടെ ഉണ്ടാവും. അപ്പൊ ഈ മൺഡേയില് ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു നീതി പ്രതീക്ഷിക്കുന്നു, റിപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം മാഡം ഈ റിപ്പോർട്ട് പുറത്തു വരാനും ആഗ്രഹിക്കുന്നു അല്ലെ? ഓഫ് കോഴ്സ്. ഞാൻ വരണ്ടാന്ന് ഞാൻ പറയുന്നില്ല, വരണം. ഞാൻ ആദ്യം തൊട്ടേ ഞാൻ ഫൈറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. ഞാൻ ഇവൻ ലോ മിനിസ്റ്ററോട് ഞാൻ WCC ഒപ്പം ഇരിക്കുമ്പോ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ലോ മിനിസ്റ്ററോട്. അപ്പോഴേ ഞാൻ റേസ് ചെയ്തു ഈ ക്വസ്റ്റ്യൻ, സർ പുറത്ത് വരണം. പക്ഷേ വരത്തുക്ക് മുമ്പ് എല്ലാവരും കോൺസെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് അത് കാണിച്ചാലേ പുറത്തു വിടാൻ പാടുള്ളൂ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ ഇന്നലെ മാത്രം ഞാൻ പോയി പറയുന്നില്ല, ഞാൻ നേരത്തെ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ പറയുന്നു. അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ എതിരല്ല ഈ ഹർജി. വരണം, പക്ഷേ വരത്തുക്ക് മുമ്പ് വി ഹാവ് ടു സീ ഹൂഎവർ. ഞാൻ മാത്രമല്ല, എനിക്കൊപ്പം എന്റെ കൊളീഗ്സും ഹാവ് ടു സീ ദ റിപ്പോർട്ട്. മാഡം, ഈ മെയിൽ ഡോമിനേഷനുമായി ബന്ധപ്പെട്ടൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല എന്ന് മാഡം പറഞ്ഞു. ഇൻഡസ്ട്രിയിൽ ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് അത്ര പരിഗണന ലഭിക്കുന്നില്ല എന്ന് മാഡം പറഞ്ഞു. അതിന് മാറ്റം വരുത്താൻ എന്ത് ഇടപെടലാണ് ഇത്തരം സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? അവസാന ചോദ്യമാണ്. വെൽ, തിങ് ഈസ് മീഡിയ ഹാവ് ടു ചേഞ്ച്. നിങ്ങളാണ് എപ്പോഴും ഒരു പടം നിങ്ങൾ ചാനലിൽ ഇടുമ്പോ സോ ആൻഡ് സോ അഭിനയിച്ച പടം ലേഡീസ്ക്ക് പ്രോമിനൻസ് കൊടുക്കുന്നില്ല. ചിലപ്പോ മെന്നിന്റെ ഫോട്ടോ മാത്രം ഇട്ടിട്ട് നിങ്ങൾ കൊടുക്കുന്നു. So this has to change. It should change from your end, from the media. Okay, thank you. Welcome. Thank you. നടി രഞ്ജിനിയാണ് ചേർന്നത്. ഏതായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പൊതുസമൂഹം അറിയാൻ ആഗ്രഹിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് പുറത്തുവരും എന്നും പ്രതീക്ഷിക്കാം.